ഇനി നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുത്തു. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി കഷ്ണവും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് കപ്പളങ്ങ, നമ്മൾ കർമൂസ, കപ്പളങ്ങ, പപ്പായ ഇതില്ലേ, ഈ സംഭവം ചെറുതായിട്ട് അരിഞ്ഞ് ആ എണ്ണയിലേക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് പിക്കിൾ പൗഡർ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ആദ്യം നമ്മളത് വറുത്തെടുത്ത സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു, ഇത് വേറിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട്. എന്നിട്ട് ഈ അച്ചാർ പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കായം ചേർക്കാവുന്നതാണ്. ഇതിന് എരിവും ഉപ്പെല്ലാം ബാലൻസ് ആവാൻ വേണ്ടി ഇച്ചിരി വെല്ലവും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. കിട്ടുന്ന മുറയ്ക്കൊക്കെ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.